സുഖമല്ലേ? പതിവിലും വ്യങ്ങൻ ഹാൻഡ്സം ആയിരിക്കുന്നു. പതിവിലും ഞങ്ങൾ പണ്ടേ കണ്ണൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ട് ഇടക്കാലത്ത് ഒരു ഇച്ചിരി മുടിയൊക്കെ കയറ്റി ഒന്ന് വന്നിരുന്നു. അത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ എത്ര വർഷമായിട്ട് അല്ലേ നമ്മൾ കണ്ടിട്ട് എത്രയോ വർഷം ആ വർഷം അതേപോലെ ഒരു മാറ്റമില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ണൻ ചേട്ടൻ ഈ ഹരിശ്രീ കലാഭവൻ എന്നൊക്കെ പറയുന്ന ട്രൂപ്പുകൾ എറണാകുളത്ത് ഇങ്ങനെ കൊട്ടിക്കുത്തി വാഴുന്ന സമയത്ത് ഇതിനൊക്കെ ഒപ്പത്തിനൊപ്പമോ കൂടുതലോ ഒക്കെ ആയിട്ട് വന്നൊരു ട്രൂപ്പാണ് സാഗർ എന്ന് പറയുന്ന ട്രൂപ്പ്. അബീക്ക തുടങ്ങിയ ട്രൂപ്പാണ്. അതെ, അതിനു മുമ്പ് ജോക്സിന്റെ റഹ്മാനിക്കയുടെ ജോക്സിന്റെ തുടക്കം വരുന്നത്. അത് കഴിഞ്ഞ് അബീക്കയുടെ കൂടെ സാഗർ എന്ന് പറയുന്ന ട്രൂപ്പിൽ വന്നു, കൊച്ചിൻ സാഗറിൽ വന്നു. അതിലേക്ക് കണ്ണൻ ചേട്ടന്റെ അന്നത്തെ സ്റ്റേജ് പരിപാടിയൊക്കെ കണ്ട വയറ് പൊത്തി ആൾക്കാര് ചിരിച്ച് 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 പിടിവിട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവേ ഷൺമുഖനിലല്ലേ അവേ ഷൺമുഖൻ എന്നൊക്കെ പറയുന്ന ഷോ കളിക്കുമ്പോൾ കണ്ണൻചേട്ടന്റെ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷ. ഇപ്പോഴും പെർഫോമൻസിന് ഒരു മാറ്റവും ഇല്ല. ഇഷ്ടംപോലെ പടങ്ങള്, ചാർലി ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ ഗംഭീര, ചാർലി, ഉദാഹരണം സുജാത, ഒരുപാട് സിനിമകളിൽ ഗംഭീര വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കണ്ണൻ ചേട്ടൻ. ഇപ്പൊ എന്തൊക്കെയുണ്ട് കണ്ണൻ ചേട്ടാ പുതിയ വിശേഷങ്ങള്? പുതിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഈയിടെ ഒരു ചെറിയ സിനിമ, ചെറുതല്ല വലിയൊരു സിനിമ ചെയ്തു. നമ്മുടെ സലീം അഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം. അപർണ ബാലമുരളിയും പിന്നെ നീരജും മാധവ് അതൊക്കെ ഉള്ളൊരു പടം, സുന്ദരി ഗാർഡൻസ് എന്ന് പറയുന്ന പടം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു ചാർലി ഡേവിസ് ഡയറക്ഷൻ ചെയ്ത വലിയ വേഷമല്ലേ അതിനകത്തൊരു പ്യൂണായിട്ടാ. വലിയ വേഷം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഗംഭീര വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു ഉഗ്രം കഥയുണ്ട് കണ്ണൻ ചേട്ടന്റെ. അതായത് ടൈമിങ് കൊണ്ടുള്ള ചിരി എന്ന് പറയുന്നത് അവേ ഷൺമുഖൻ എന്ന് പറയുന്ന സിനിമ ആ ഷോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജാഫർക്കും കണ്ണൻ ചേട്ടനും തമ്മിൽ മെയിൻ കളിക്കുന്നത് കണ്ണൻ ചേട്ടനായിരുന്നു. കണ്ണൻ ചേട്ടൻ മെയിൻ, ജാഫർക്ക് കണ്ണൻ ചേട്ടൻ കഴിഞ്ഞിട്ടാ അവേ ഷൺമുഖനില് അത്ര മെയിൻ കളിക്കാരനാണ് കണ്ണൻ ചേട്ടൻ. അതിലൊരു വലിയ ടൈമിംഗ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ കണ്ണൻ ചേട്ടൻ എന്തായിരുന്നു അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ണൻ ചേട്ടനാണ് ഡയറക്ടർ. ഈ ഷഡ്ഡി തലയിൽ കൂടെ കയറി പോകുന്നത് സ്ഥലം അപ്പിയറൻസ് എന്ന് പറയുന്നത് ബാക്കിൽ ഇതൊക്കെ എല്ലാം വെച്ചിട്ട് ഒരാളാണ് ഇങ്ങനെ വരുന്നത്. അപ്പോ ഈ കോസ്റ്റ്യൂമറോ ആരോ ഏതോ ഇടി സീനിലോ നീന്തുന്ന സീനിലോ എങ്ങാണ്ട് ഇടാനായിട്ടൊരു ഷഡ്ഡി കൊണ്ടുവരും. അപ്പൊ കണ്ണൻ ചേട്ടൻ ഡയറക്ടർ വേറെ എന്തോ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇയാൾ ഈ ഷഡ്ഡിയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ വന്ന് അതേ എന്ന് പറഞ്ഞാൽ തിരിയുമ്പോഴത്തേക്ക് ഇത് കണ്ണൻ ചേട്ടന്റെ തലയിലായി പോകും. കണ്ണൻ ചേട്ടൻ അതുകൊണ്ട് പോകും. ഇയാൾ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിങ്ങനെ തപ്പി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ഒരു ടൈമിങ് ഭയങ്കര രസമാണ്. ഉത്സവപ്പറമ്പ് ഒറ്റയടിക്ക് ചിരിക്കുമായിരുന്നു. അപ്പൊ ഇത് ഷോ, ഇന്ന് ഷോ, നാളെ ഷോ, മറ്റന്നാളെ ഷോ, ഇങ്ങനെ എല്ലാ ദിവസവും ഷോ ആയിട്ട് ഈ ഷഡ്ഡി മുഷിഞ്ഞു. ഇത് മുഷിഞ്ഞപ്പോ അത് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഇത് കഴുകാൻ വീട്ടിലെടുത്തോണ്ട് പോയിട്ട് പിറ്റേ ദിവസം ഷോ ആക്കിയാ വന്ന് ഷോ തുടങ്ങി. ഈ സ്കിറ്റ് ആവാറായപ്പോഴാണ് ഇയാൾ ഈ ഷഡ്ഡി എടുക്കാൻ മറന്നു. കണ്ണൻ ചേട്ടൻ സ്റ്റേജിൽ കയറി സ്കിറ്റ് തുടങ്ങി. ഈ ആർട്ടിസ്റ്റ് ഷഡ്ഡി വേണം, അയ്യോ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അബിക്ക് വഴക്കുറ, എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് എന്ത് ചെയ്യണമെന്നോർത്ത് ഒരു രക്ഷയില്ല. ഇവര് ഷഡ്ഡിക്ക് വേണ്ടി ഒരു അന്വേഷണം തുടങ്ങി. സ്റ്റേജിൽ സ്കിറ്റ് നടക്കുന്നു, ബാക്കിൽ ഷഡ്ഡിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോഴാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ചേട്ടൻ മുണ്ടെടുത്തോണ്ടാ വന്നേക്കുന്നത്. പിന്നെ സ്റ്റേജിൽ ഈ സ്കിറ്റ് നടക്കുകയാണ്. സ്കിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഈ ആർട്ടിസ്റ്റും കണ്ണൻ ചേട്ടനുമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര എന്തൊക്കെയോ വഴക്ക് കിടക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യാവോ, ഇല്ലെങ്കിൽ അത് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓപ്പറേറ്റർ ഇട്ടിരുന്നത് ഊരിയിട്ട് കണ്ണൻ ചേട്ടന്റെ തലയെ കൊണ്ട് ഇട്ട് കൊടുത്തു വന്ന്. ഇത് അജിത്ത് കൂട്ടാത്തോളം ഇപ്പോഴത്തെ ദൃശ്യം എന്ന് പറയുന്ന ദൃശ്യം 2-നകത്ത് ആ സാക്ഷി പറയുന്ന ആളില്ല, അജിത്ത് കൂത്താട്ടുകളോ. എനിക്ക് കണ്ണൻചേട്ടൻ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടത് ഞങ്ങൾ 3 വർഷം ഞാൻ അവ്വേഷണം അതൊക്കെ കണ്ടപ്പോൾ കണ്ണൻചേട്ടനെ കാണാൻ വേണ്ടി തന്നെ പോണതാ. അത് വല്ലാത്തൊരു ഷെയ്പ്പാന്ന് ഇത്. അതൊന്നും പകല് നമ്മൾ പുറത്ത് കുറിച്ച കാക്ക കൊത്തി കൊല്ലൂന, അങ്ങനത്തെ ഒരു അവസ്ഥ മുടിയൊക്കെ ആയിട്ട്. അപ്പൊ ചേട്ടനെ കണ്ടാണ് ഞാനൊക്കെ വന്നത്. ആ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു 3 വർഷം നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഒരാളോട് കൊച്ചിൻ നവോദയയിൽ ഒരാളോടൊന്നും മോശമായിട്ട് പറയുകയോ വഴക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഇപ്പോഴും പൂർണ്ണ മനസ്സോടുകൂടി ചേട്ടാന്ന് വിളിക്കുന്നത്. എത്ര വർഷമായി കണ്ണൻ ചേട്ടാ ഫീൽഡില്? ഞാനൊരു 35 വർഷം ആയി ഫീൽഡിൽ. 35 വർഷമായി കോമഡി പരിപാടിയോട്. ആദ്യം ഏത് ട്രൂപ്പിലായിരുന്നു? ആദ്യം ഞാനും ജാഫറും ഒക്കെ കോട്ടയത്തൊരു സിക്സർ എന്ന് പറഞ്ഞ മിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് തുടക്കം മിമിക്രിയില്ല. അല്ലാതെ ഒറ്റയ്ക്കുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അതിനകത്ത് ഈ ജാഫർക്കും കണ്ണൻ ചേട്ടനൊക്കെ അന്ന് മിമിക്രിയിൽ ഇല്ലാത്ത ചില ശൈലികളൊക്കെ ഉണ്ടായിരുന്നു സ്കിറ്റ് കളിക്കുന്നതിനകത്തൊക്കെ. എനിക്ക് തോന്നുന്നു കണ്ണൻ ചേട്ടനാണ് അതിന്റെ ഒരു തുടക്കക്കാരൻ. അതായത് ചില സാധനങ്ങൾ ഈ മുക്കലും മുരളിലും ഒക്കെ ഉണ്ടല്ലോ. അത് 3 പേർക്കുണ്ട് കേട്ടാ. കണ്ണൻ ചേട്ടനും അജിത്ത് കൂത്താട്ടോളം
ജാഫർക്ക. ഇവരൊക്കെ അങ്ങനത്തെ ഒരു ചെറിയ ഇറക്കുണ്ട്. കാരണം ചേട്ടാ എന്തൊരു ഞങ്ങൾക്ക് വേണ്ടി അന്ന് കാലത്ത് നിങ്ങൾ ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? ഒന്നാനം കുന്നിന്മേൽ ഓരണി മണ്ണിന്മേൽ 1000 കിളി കുടിവെച്ചു. ഈ പാട്ട് പലരും പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഇതാണ്. ആരൊക്കെയാ പാടുന്നത്? അത് കെ.എസ്. ജോർജ് ഉണ്ട്, ഇളയരാജ ഉണ്ട്, പിന്നെ VM കുട്ടി, 3 പേര്. മാപ്പിളപ്പാട്ട്, തമിഴ് പാട്ട്, നാടകഗാനം. നാടകഗാനം. ഒന്നാനം കുന്നിൻ ഓരടി മണ്ണിൽ 1000 കിളിയേ കൂട്ടിനിളങ്കിളി താമരപ്പൈങ്കിളി താനിരുന്നാടും നല്ലോ താനിരുന്നാടും നല്ലോ. ഒന്നാനം മേലെ ഒരടി മണ്ണിന്മേലെ 1000 കിളി കൂടു വെച്ചു കൂട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിയല്ലേ താനിരും നാടും പൊന്നോല. ഒന്നാനം ഒരടി മണ്ണിന്മേലെ 1000 കിളി കൂടു വെച്ചു കൂട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിയല്ലേ താനിരും നാടും പൊന്നോല താനിരും നാടും പൊന്നോല താനിരും നാട് പൊന്നോല. അട ഒന്നാനം കുന്നിന്മേലോരടി മണ്ണിന്മേൽ 1000 കിളി കൂടുകൾ വച്ചിருக்க ஒன்று கூட்டினிலங்கிளியே பச்சை தாமர பைங்கிளியே ஒன்று தானிரு நாடுന്ന பொன்னொலையில் அட ஒன்னான குன்னின்மேல் ஓரடி மண்ணின்மேல் 1000 கிளி കൂടുകൾ വച്ചിருக்க. അടിപൊളിയായിരുന്നു ചേട്ടാ, സൂപ്പർ. അതുപോലെ തന്നെ ഒരു ഭാഗവത പറയണം. കേശവോ നമ്മൾ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള ഇടവഴിയെ പടിഞ്ഞാറോട്ട് പോയപ്പോ ഒരു വൃത്തികെട്ട പട്ടി എന്നെ കടിച്ചു. പട്ടി വന്നാദ്യം എൻ്റെ കാലിൽ കമ്മി, പിന്നെ വിടുന്നെ മുട്ടയിൽ കടിച്ചു, പിന്നെ വിടുന്നെന്റെ എന്റെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. അപ്പോ കണ്ണൻ ചേട്ടനെ പോലുള്ള ഒരു വളരെ അനുഗ്രഹീതനായ ഒരു ട്രൂ ആർട്ടിസ്റ്റ് ആയ ഒരു കലാകാരൻ ഈ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം ക്ഷണിച്ചതിനകത്ത്. അതുപോലെ ഇതിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന സഹോദരങ്ങളാണ്. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹോപഹാരം ഏറ്റുവാങ്ങണം. ഇത് അദ്ദേഹത്തെ നൽകാനായിട്ട് സാജു ചേട്ടനെയും രമേശ് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. കണ്ണൻ ചേട്ടനോടൊപ്പം ഒരുപാട് വേദികളിൽ ഷോ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ എത്തുകയും ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും ട്രൂപ്പിന്റെ വണ്ടിയിലാണേലും സ്റ്റേജിലാണേലും എല്ലാം കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന കലാകാരൻ, ഇത് രണ്ടും വ്യക്തിയും കലാകാരനും തമ്മിലുള്ളൊരു വലിയ മത്സരമാണ്. കണ്ണൻ ചേട്ടൻ്റെ നല്ല വ്യക്തിത്വത്തിനുടമയാണ്, നല്ല കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇതുപോലുള്ള ആളുകളെ എന്തിന് ഈ വേദിയിൽ കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുന്നത്, ഒന്ന് ഫൺസ് അപ്പോൺ എ ടൈം ഒരുപാട് പുതിയ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു വേദിയാണ്. ഇവിടെ വരുന്ന ഓരോ പുതിയ കലാകാരന്മാർക്കും 35 വർഷം എന്ന് പറയുന്ന നീണ്ട കാലയളവിലെ ഹാസ്യ ലോകത്തെ അനുഭവ സമ്പത്ത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കുന്നതാണ് ഈ സെഗ്മെന്റ്. ഇവിടെ വന്നതിന് കണ്ണൻ ചേട്ടൻ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ വക ഒരു എളിയ ഉപഹാരം. ഇത് ഞാൻ കണ്ണൻചേട്ടന് കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ട് കാണുന്നത്. അതിപ്പോൾ കണ്ണൻചേട്ടൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്.